7. നമസ്കാരം. TMT മീഡിയയിലേക്ക് സ്വാഗതം. മാന്യ ശ്രോതാക്കളെ, കേരള സർക്കാർ നടത്തിയ ശമ്പള വർധനവാണ് നാട്ടിൽ ദാരിദ്ര്യം ഉത്ഭവിക്കാൻ കാരണമായത് എന്ന് പറഞ്ഞാണ് ഇന്നലെ നമ്മൾ നിർത്തിയത്. എന്തൊരു വിഡ്ഢിത്തമാണ് വിളിച്ചു കൂവുന്നത് അല്ലേ? ശമ്പള വർധനവ് നാട്ടിൽ ദാരിദ്ര്യമുണ്ടാക്കി എന്ന് പറയുന്ന ആദ്യത്തെ വിഡ്ഢി ഞാനായിരിക്കുമല്ലേ? കല്ലെറിയാൻ വരട്ടെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ ശമ്പള വർധനവ് എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ ശമ്പള വർധനവോ ഒന്നുമല്ല നടത്തിയത്. സ്വപ്ന തുല്യമായ മാസശമ്പളം, പിന്നെ പെൻഷൻ പറ്റിയാൽ മാസം ഭീമമായ പെൻഷൻ പണം. തീർന്നില്ല, ആ വ്യക്തി മരിച്ചാൽ ആ പെൻഷൻ പണം ജീവിത പങ്കാളിക്ക് കൂടി മരണം വരെ ലഭിക്കുമെന്നായതോടെ ആളുകൾ പിന്നെ സർക്കാർ ജോലി സ്വപ്നം കാണാതിരിക്കുമോ? പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അതിനൊരു കാരണമുണ്ട്. ജീവിതം സുഖകരവും സുഖലോലുപതയും സാമ്പത്തിക സുരക്ഷിതത്വവും നിറഞ്ഞതായിരിക്കണമെന്ന് പുരുഷന്മാരെക്കാൾ കൂടുതലായി സ്ത്രീകൾ ആഗ്രഹിക്കുന്നുണ്ട്. അതോടൊപ്പം ഇവരുടെ മനസ്സിൽ അടിഞ്ഞുകൂടിയ അല്ലെങ്കിൽ കുത്തിനിറച്ച സ്ത്രീ സമത്വ ചിന്താഗതിയും പുരുഷമേൽക്കോയ്മ പരിഭവവും തലപൊക്കി. അതോടെ തള്ളിൻ്റെ കൂടെ ഒരു ഉന്തും എന്ന് പറഞ്ഞ പോലെ ഇനി പുരുഷമേൽക്കോയ്മയെ തകർക്കാൻ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ കഴിയൂ എന്ന ചിന്തയും ഉടലെടുത്തു. അതോടെ യുവതികൾ ഒന്നടങ്കം വിദ്യാഭ്യാസത്തെ ശരണം പ്രാപിച്ചു. അത് നാടിനെ നാശത്തിലേക്കാണ് വഴിതെളിച്ചത്. പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ശേഷം തൊഴിൽ ചെയ്ത് കുടുംബം പോറ്റുന്ന ചെറുപ്പക്കാർ വിവാഹ കമ്പോളത്തിൽ 4 അക്ഷരം പഠിച്ച പെൺകുട്ടികളാൽ തിരസ്കരിക്കപ്പെടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. അതിനെ പിന്താങ്ങാൻ മാതാപിതാക്കളും, പ്രത്യേകിച്ച് അമ്മമാർ. പണ്ടൊക്കെ ഏതെങ്കിലും വീട്ടുമുറ്റത്ത് ഒരു വൈക്കോലുണ്ട കണ്ടാൽ ആ വീട്ടിലേക്ക് തങ്ങളുടെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ ഉത്സുകത കാണിച്ചിരുന്നു. കാരണം തങ്ങളുടെ മകൾ അവിടെ ചെന്നാൽ പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന ആത്മവിശ്വാസമായിരുന്നു. പക്ഷേ ഇന്ന് പെണ്ണ് കാണാൻ വന്ന ചെറുക്കൻ്റെ വീട്ടിൽ നിലമുണ്ടെന്നറിഞ്ഞാൽ പോലും മകളെ അങ്ങോട്ട് കെട്ടിച്ചു കൊടുക്കില്ല. കാരണം എൻ്റെ മകൾ അവിടെ ചെന്നാൽ പണിയെടുക്കേണ്ടി വരുമെന്ന ദുഷിച്ച ചിന്താഗതിയിലേക്കാണ് ഇന്നത്തെ മാതാപിതാക്കൾ, പ്രത്യേകിച്ച് അമ്മമാർ അധപ്പതിച്ചത്. 4 അക്ഷരം പഠിച്ച പെൺകുട്ടികൾക്ക് തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന പുരുഷന്മാരെ പുച്ഛം. അവരെ കൂട്ടുകാരികൾക്കിടയിൽ പ്രദർശിപ്പിക്കാൻ കൊള്ളില്ല. പണ്ട് കെട്ടിച്ചു കൊടുക്കാൻ കാശില്ലാത്തതിൻ്റെ പേരിൽ വിവാഹം കഴിക്കാനാവാതെ പെൺകുട്ടികൾ പുരനിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിന്. ഇന്ന് വിദ്യാഭ്യാസം കുറഞ്ഞതിൻ്റെ പേരിൽ യുവതികളാൽ തിരസ്കരിക്കപ്പെട്ട് വിവാഹം കഴിക്കാനാവാതെ 100 കണക്കിന് യുവാക്കൾ പുരനിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് ചുറ്റും കാണുന്നത്. മാന്യ ശ്രോതാക്കളെ, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാക്കുകയാണ്. നാളെ സർക്കാർ ജോലിയോടുള്ള അഭിനിവേശത്തിൽ ഇവർ തകർത്തെറിഞ്ഞത് കുറേ യുവാക്കളുടെ ഭാവി മാത്രമല്ല, ഒരു നാടിൻ്റെ ഭാവി കൂടിയാണ് ഇവർ നാശോന്മുഖമാക്കിയതെന്ന സത്യത്തിൻ്റെ വിശദീകരണവുമായി TMT മീഡിയ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതാണ്. മാന്യ ശ്രോതാക്കൾക്ക് നന്ദി, നമസ്കാരം. ഇത് ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ.